നോ തണുപ്പ് ഐ എം ഓക്കെ. വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മടുത്ത് പണ്ടാരം അടങ്ങൂല. പേഷ്യൻ്റ് വെയിറ്റിംഗ് സോളോ. ഐ മീൻ ലേസർ ഹെയർ റിമൂവൽ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. സമയം ഇവിടെ 6:30 ആയിട്ടുള്ളൂ. How danger it is to drive. അത് ഫോക്കസ് ചെയ്ത് എടുക്കുമ്പോൾ കറക്റ്റ് സമയം പറഞ്ഞു. ജസ്റ്റ് ഒരു സിഗരറ്റ് ലൈറ്റ് ചെയ്തിട്ടുള്ളൂ. ആരെയാ അവിടെ ഇരിക്കുന്നത്? നല്ല മണം. എന്നെയോ? നിന്നെ കുറിച്ചു ഞാൻ ഗുഡ് നൈറ്റ്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മൾ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് വെളിയിൽ നിന്നാണ്. ആക്ച്വലി വെളിയിൽ പോകാൻ നല്ലൊരു ദിവസമാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര സ്നോയി ഒന്നുമല്ല. പിന്നെ കമ്പയറിങ് നമ്മുടെ കഴിഞ്ഞ കുറച്ച് ഫ്യൂ ഡേയ്സ് ആയിട്ടുള്ള വെതർ കമ്പയർ ചെയ്യുമ്പം ഇന്നത്തെ വെതറും ആക്ച്വലി നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര തണുപ്പും ഇല്ല, സ്നോഫോളും ഒന്നുമില്ല. പക്ഷേ ആകെ മൊത്തത്തിൽ ഒരു മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വെളിയിൽ ഇറങ്ങുമ്പോൾ അത്ര ബ്രൈറ്റ് അല്ല, ഔട്ട്സൈഡ് കുറച്ച് ക്ലൗഡിയാണ്. അപ്പോൾ അതേ ഉള്ളൂ. ബട്ട് ഇറ്റ്സ് ഓക്കെ ആസ് ലോങ് ആസ് ദർ ഈസ് നോ സ്നോ, ദർ ഈസ് നോ തണുപ്പ്, ഐ എം ഓക്കെ. അപ്പോൾ എങ്ങോട്ട് പോകണമെന്നൊന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. എന്തായാലും ഒരുങ്ങി. ഇനി മിക്കതും അത് കാറിൽ കയറി ഇരുന്നിട്ട് ഇനി ഒരു നീണ്ട അരമണിക്കൂറത്തെ ഡിസ്കഷൻ ആയിരിക്കും. നോക്കാം. നമ്മുടെ വീടിനടുത്തൊരു ബാംഗ്ലൂർ ഇഡലിക്കട തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ എത്തിപ്പെട്ടത് ഇതാ ഇവിടെയാണ് കേട്ടോ. ട്രൂലി ബാംഗ്ലൂർ. ഒരു ഇന്ത്യൻ ക്യൂസീൻ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഡേ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ അടിപൊളിയായിരുന്നു, കുറേ ഒത്തൻറ്റിക് സാധനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മോൻ എജാതി വെയിറ്റ് ടൈം. ഞാനും അതാ വിചാരിച്ചത്, ചായ വാങ്ങിച്ചു കുടിച്ചാലോ. പേഷ്യൻ്റ്ലി വെയിറ്റിംഗ് സോളോ. അങ്ങനെ ഒരു 1.5 to 2 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്കൊരു ടേബിൾ കിട്ടിയത്. ഇജാതി വെയിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ അത്മാതിരി തിരക്കായിരുന്നു അവിടെ. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. റിസർവേഷൻ ഓപ്ഷൻ അവൈലബിൾ ആയിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് അറിയുണ്ടായിരുന്നില്ല. ഇനി വരുമ്പം എന്തായാലും റിസർവ് ചെയ്ത് പോകും. എന്താ കഴിക്കണേ? ഞാനൊരു ഗീ റോസ്റ്റ്, പിന്നെ ഒരു ബേൽപൂരി, പിന്നെ ഒരു ചായ, പിന്നെ ഒരു ബേൽപൂരി മറ്റേ തൈരല്ലേ? ദാഹിയാണ് തൈര്. ഓക്കെ ഓക്കെ, എന്നാൽ കുഴപ്പമില്ല. തൈര് ഞാൻ കഴിക്കില്ല, എനിക്കിഷ്ടമല്ല. ഈ സംഭവം ഒന്നും വന്നിട്ടില്ലല്ലോ. നോ കമ്മിങ് സൂൺ, അതല്ല, നോട്ട് അവൈലബിൾ. എനിക്ക് മറ്റേ ആ തട്ടിടലി പൊടി, ഗീ പൊടി, തട്ടിടലി. ഇത്രയും നേരം വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മടുത്ത് പണ്ടാരം അടങ്ങുമല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റേജിലായിരുന്നു ഞങ്ങൾ. ലാസ്റ്റ് ഞങ്ങൾക്ക് ഇതാ ഒരു വടയും കാപ്പിയും കിട്ടിയപ്പോഴാണ് ഒന്ന് സെറ്റ് ആയത്. അപ്പോൾ എങ്ങനെയുണ്ട്? നല്ല ക്രിസ്പി വട. കൊള്ളാവോ? ഫുഡ് വന്നപ്പോഴല്ലേ ഈ കടയിൽ ഇത്ര തിരക്ക് എന്താണെന്ന് മനസ്സിലായത്. ഫുഡ് വാസ് ഓസം, ഒന്നും പറയാനില്ല. പക്ഷെ ആ ദോശ അത്ര പിടിച്ചില്ല, ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. അപ്പൊ ദോശ ഫോർ അഖിൽ. എനിക്ക് ഓർഡർ ചെയ്തത് ദാ ഈ ഒരു പൊടി ഇഡലിയായിരുന്നു. അതിന്റെ കൂടെ 2 സൈസ് ചട്നി വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ സാമ്പാറും ഉണ്ടായിരുന്നു, പിന്നെ കാപ്പി, ചായ രണ്ടും ട്രൈ ചെയ്തു. ഓക്കെ ആയിരുന്നു. പക്ഷെ ഈ ഒരു പൊടി ഇഡലി ഉണ്ടല്ലോ, എൻ്റെ മോനെ ഒരു രക്ഷയില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇത് ഇഡലിയും ചട്നിയും സാമ്പാറും ഒന്നും ഇല്ലാണ്ട് ജസ്റ്റ് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ ഒരു എക്സ്പ്രഷനിൽ നിന്ന് തന്നെ ഫുഡ് കലക്കി നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അപ്പോൾ എനിവേസ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ബില്ലും പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. ഈ കടയുടെ തൊട്ടിപ്പുറത്ത് തന്നെ ഈ ഒരു ബ്രാംപ്ടൺ ക്യാഷ് ആൻഡ് ക്യാരി എന്ന് പറഞ്ഞിട്ടൊരു കട ഉണ്ടായിരുന്നു. ഈ കട നമ്മൾ ഫുഡ് കഴിച്ച കടയുടെ തൊട്ടിപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു കട. അപ്പോൾ കണ്ടിട്ട് ഒരു പഞ്ചാബി കട പോലെ തോന്നി. ഐ മീൻ അതൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചേക്കുന്ന കണ്ടിട്ട് അങ്ങനെ തോന്നി. അപ്പോൾ അത് കണ്ട് അതിനകത്ത് സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചുമ്മാ കയറി ഒന്ന് വിസിറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതെ, അവിടെ ഇമാതിരി കുറേ സാധനങ്ങൾ, നാട്ടിലെ കുറേ ഐറ്റംസ് കണ്ടു. അപ്പോൾ അവിടുന്ന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും വാങ്ങിയില്ല. ഇറങ്ങി നമ്മൾ തിരിച്ച് നേരെ വീട്ടിൽ പോയി. ഗൈസ്, അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ വന്നായിരുന്നു. പക്ഷേ ആകെ ഫുഡ് കോമലായി പോയി കേട്ടോ. അതുകൊണ്ട് കിടന്നുറങ്ങി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പോൾ സമയം ഇവിടെ 6:30 ആയിട്ടുണ്ട്. എനിക്ക് 7:30 അപ്പോയിൻമെൻ്റ് ഉണ്ട്, ലേസർ അപ്പോയിൻമെൻ്റ് ഉണ്ട്. ഐ മീൻ ലേസർ ഹെയർ റിമൂവൽ അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പോൾ അതേ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വീണ്ടും ഡ്രസ്സൊക്കെ വലിച്ചിട്ടു. വൈകിട്ടായതുകൊണ്ട് തണുപ്പ് കൂടി ഒരിച്ചിരി, പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞല്ലോ സ്നോ ഒന്നുമില്ല, സോ ഓക്കെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ റെഡിയായി. ഇനിയിപ്പം കാറിലോട്ട് പോകാൻ പോവാം. ഇപ്പം സമയം ഇവിടെ 6:30 ആയിട്ടുള്ളൂ. പക്ഷേ കണ്ടോ, നല്ല ഇരുട്ട് മൂടി കിടക്കുക മൊത്തം.
വിൻ്റർ ആകുമ്പോൾ ഇവിടെ ഒരു 3:30, 4 ഒക്കെ ആകുമ്പം തന്നെ മൊത്തം ഇരുട്ടാവും. നല്ല മഴയാണേ. നല്ല മഴയാണ്. പിന്നെ മഴയുണ്ട്. സിമ്പിൾ മഴയാ. അല്ല മഴയാ. ഏത് ജിബിനെയാണോ ഞാൻ വിളിച്ചത്? ഭയങ്കര മഴയാണേ. ഫ്രോസൺ. ഓ സോറി, ഫ്രീസിംഗ് റെയിനാ ഇവിടെ. ഫ്രീസിംഗ് റെയിൻ. ഈ ഫ്രീസിംഗ് റെയിൻ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? മഴ തന്നെയാണ്. പക്ഷേ മഴത്തുള്ളികൾ ഇവിടേക്ക് എത്തുമ്പോഴേക്കും തണുപ്പത് കാരണം അത് നമ്മുടെ ഐസ് മാറിയിട്ടാണ് വീഴുന്നത്. അപ്പൊ ഹൗ ഡേഞ്ചർ ഇറ്റ് ഈസ് ടു ഡ്രൈവ് ഡ്യൂറിംഗ് ഈ ഒരു ഫ്രീസിംഗ് റെയിന്റെ സമയത്ത്? കാരണം നമ്മള് വെള്ളം ഐസാവുന്ന ഇതില്ലേ, ആ ഒരു സെറ്റപ്പാണ്. പക്ഷെ ഞാൻ വെച്ചിട്ട് സ്നോയിൽ കൂടെ വണ്ടി ഓടിക്കാനാണോ അതോ ഫ്രീസിംഗ് റെയിൻ ഉള്ളപ്പോ വണ്ടി ഓടിക്കാനാണോ പാട്? ഫ്രീസിംഗ് റെയിൻ ആണ് ശരിക്കും പാട്. ഫ്രീസിംഗ് റെയിൻ ഭയങ്കര എന്താ ഫ്രിക്ഷൻ ഭയങ്കര കുറവായിരിക്കും. മീൻസ് ഭയങ്കര സ്മൂത്ത് സർഫസ് ആയിരിക്കും. സ്നോ എന്ന് വെച്ചാൽ അത്ര ഒരു സ്മൂത്ത് അല്ലല്ലോ. ഞാൻ റെയിനിൽ കൂടെ ലൈക്ക് പൊതുവെ എനിക്ക് മഴയത്തോടെ വണ്ടി ഓടിക്കാൻ മടിയാ. പക്ഷെ ഫ്രീസിംഗ് റെയിനും കൂടെ ആണെങ്കിൽ പിന്നെ പറയണ്ട. സ്നോ ഞാൻ പക്ഷെ വണ്ടി ഓടിച്ചിട്ടുണ്ട്. സ്നോയില് വലിയ പ്രശ്നമില്ല. മഴയത്ത് അല്ലെങ്കിൽ രാത്രിയില് ഞാൻ സ്നോ കൂടെ വണ്ടി ഓടിച്ചിട്ടുണ്ട്. എനിക്ക് പൊതുവെ രാത്രിയിൽ വണ്ടി ഓടിക്കാനേ മടിയാ. പിന്നെ രാത്രി ആണെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കാറില്ല. പിന്നെ ഈ മഴയും കൂടെ ആണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. പൊതുവെ എനിക്ക് പാസഞ്ചർ പ്രിൻസസ് ആവാനാണ് ഇഷ്ടം. എനിക്ക് നോട്ട് എ ഫാൻ ഓഫ് ഡ്രൈവിംഗ്. കാരണം ഡ്രൈവിംഗ് റിക്വയർസ് ടു മച്ച് കോൺസെൻട്രേഷൻ. അത് മാത്രമല്ല ഇവിടെ ഒരു 10,000 റൂൾസും ഉണ്ട്. അപ്പൊ എനിക്ക് ടെൻഷനാണ്. ദാറ്റ്സ് വൺ തിങ്. ഓക്കെ, നമ്മളിതാ ഇവിടെ വീടിനടുത്തുള്ള ഒരു മോളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പൊ സമയം 6:30. ഒന്നാമത് അത് ഫോക്കസ് ചെയ്തെടുക്കുമ്പോ കറക്റ്റ് സമയം പറയണം. പിന്നെ 6:30. ഇവിടെ ഇപ്പൊ സമയം 6:45. നമ്മളിതാ വീടിനടുത്തുള്ളൊരു മോളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ. ഞാൻ പറഞ്ഞില്ലേ മഴയാന്ന്, അപ്പൊ മെല്ലെയാ പോകുന്നത്. പക്ഷെ മോളിൽ അത്യാവശ്യം തിരക്കുണ്ട്. തിരക്കിന് ഒരു കുറവുമില്ല. അപ്പൊ എന്റെ അപ്പോയിന്റ്മെന്റ് 7:25 അപ്പൊ നമുക്ക് കുറച്ച് സമയമുണ്ട്. സോ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. അപ്പൊ അതെല്ലാം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു സിനിപ്ലെക്സ്. ഞങ്ങൾ ഇടയ്ക്കൂടെ സിനിമ കാണാൻ വരാറുണ്ട്. ഇതാ കണ്ടോ, പാർക്കിംഗ് ഫുള്ളാണ്. നമുക്ക് പോകേണ്ട 1-2 കടകളെല്ലാം അപ്പുറം ആയിട്ടാട്ടോ. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും പാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എക്സിറ്റ് 5ന്റെ അടുത്തായിട്ടാണ് നമ്മൾ പാർക്ക് ചെയ്യുന്നത്. അപ്പൊ എക്സിറ്റ് 5ന്റെ അവിടെ പാർക്ക് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആൻഡ് ഈസി ആക്സസ് ആണ്. അപ്പം എക്സിറ്റ് 5ന്റെ അങ്ങോട്ടേക്ക് നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് വോൾമാർട്ടിൽ അവിടെ പാർക്ക് ചെയ്താൽ പോരെ? കാരണം അകത്ത് പാർക്ക് ചെയ്താ ഇവിടെ ഒന്നും പാർക്കിംഗ് ഇല്ല. സോ നമ്മള് മോസ്റ്റ്ലി നമ്മുടെ പ്രശ്നം മഴ കൊള്ളാതെ ഉള്ളിൽ കയറാനാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, മഴ കൊള്ളാതെ ഉള്ളിൽ കയറണമെന്നുണ്ട്. അല്ല, പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും പാർക്കിങ്ങും ഇല്ല. പാർക്കിങ് ഭയങ്കര ഫുള്ളാണ്. അതാ പാർക്കിംഗ് ഒക്കെ ഫുള്ളാണ്. ഇവിടെ ഒന്നും പാർക്കിംഗ് ഇല്ല കേട്ടോ, എല്ലാം ഫുള്ളാ. സോ നമ്മളിപ്പോ വോൾമാർട്ടിന്റെ അസൈൻ ആയിട്ടുള്ള ഒരു പാർക്കിംഗ്, അവരുടെ മാത്രമുള്ള ഒരു പാർക്കിംഗ് സ്പേസ് ആയിട്ട് അല്ല. വോൾമാർട്ടിന്റെ പാർക്കിംഗ് സ്പേസ് അല്ല, മോളുടെ മാത്രമല്ല, അത് മോളുടെ പാർക്കിംഗ് സ്പേസ് ആണ്. പക്ഷെ ഈ ഗേറ്റ് 3ന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ. അപ്പം എന്തായാലും പക്ഷെ ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഇത് വോൾമാർട്ടിന്റെ മാത്രം പാർക്കിംഗ് സ്പേസ് ആണെന്ന്. ബിക്കോസ് ഇതിനകത്ത് വോൾമാർട്ടിന്റെ മറ്റേ കാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ല, അവർക്ക് അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ.
അപ്പൊ എന്തായാലും നമ്മളിതാ ഈ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ കയറി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ കണ്ടിട്ട് ഒരുമാതിരി എല്ലാം ഫുള്ളായിട്ടാ തോന്നണതേ. അമ്മച്ചി പോവാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നു ആണെന്നാ തോന്നുന്നത്. ജസ്റ്റ് ഒരു സിഗരറ്റ് ലൈറ്റ് ചെയ്തിട്ടുള്ളൂ. ഓ ഷിറ്റ്. രണ്ട് വലിയ വലിച്ചപ്പോഴേക്കും നിർത്തി. സോ ഞങ്ങൾ അവിടേക്ക് ഇങ്ങനെ പാർക്കിംഗ് വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. ഇവിടെ നമ്മളിങ്ങനെ ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ആ വണ്ടി പോകും എന്നുള്ള പ്രതീക്ഷയിൽ. സോ ലെറ്റ്സ് സീ. യെസ്, അമ്മച്ചി പോയി, നമുക്ക് പാർക്കിംഗ് കിട്ടി. അമ്മച്ചിയൊന്നും അല്ല കേട്ടോ, ഒരു പുള്ളിക്കാരത്തി. ഓക്കെ, ചെറിയ പരിപാടികൾക്കൊക്കെ ഇത് വേണം. ആരെയാ അവിടെ ഇരിക്കുന്നത്? മറ്റേ സംഭവമാണ് ഇത് വീട്ടിലെ വലുത്. ബാഗ് വാങ്ങണോ? എൻ്റെ അപ്പോയിൻമെൻറ്റിൻ്റെ ടൈമായി. സോ ഞാൻ ലേസർ ക്ലിനിക്കിൽ പോയിട്ട് വെയിറ്റിംഗ് ആണ്. അവിടെ ചെല്ലുമ്പം തന്നെ അവരൊരു ഫോമും കാര്യങ്ങളൊക്കെ തരും, സൈൻ ചെയ്യാനായിട്ടും ഫിൽ ചെയ്യാനായിട്ടും ഒക്കെ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മളെ ഈ ഒരു റൂമിലേക്ക് അവർ കൊണ്ടുപോകുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ലേസർ ഹെയർ റിമൂവൽ മെഷീൻ, ബാക്കി അവിടുത്തെ റൂമിലെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് ഹാഫ് ഫേസ്, അതായത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ അപ്പർ ലിപ്പും ചിഹ്നവുമാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവർ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു ലേസർ എയ്ഡും ഓൾസോ സൺസ്ക്രീനും തരും. അപ്പോയിൻമെൻറ്റിന് ശേഷം ഞാൻ പോയത് ഈ ഒരു വിയറ്റ്നാമീസ് ഡ്രിങ്ക്സ് ഒക്കെ കിട്ടുന്ന ചാട്ട് ടൈം എന്നിട്ടുള്ളൊരു കടയിലാണ്. അവിടെ പോയി എനിക്ക് വേണ്ട ചായയും വാങ്ങി നമ്മൾ നേരെ വോൾമാർട്ടിൽ പോയി ബേസിലേട്ടൻ്റെയും ജിന്നുവിൻ്റെ ആനിവേഴ്സറിക്ക് പറ്റിയ ഒരു കേക്കും വാങ്ങിച്ചു. ഈ സ്ട്രോബെറിയും നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല. നല്ല മണം. എന്നെയോ ചക്കോനില്ലേ അവിടെ എന്തോ കഴിക്കണം അതിന് മണം. നമ്മുടെ ഷോപ്പിങ്ങും ബാക്കി അപ്പോയിൻമെന്റ് പരിപാടികളും എല്ലാം കഴിഞ്ഞ് ഇനി ഞങ്ങള് ഇവിടെ ബേസിലായിട്ട് ജിനുവിന്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവരുടെ ആനിവേഴ്സറി, അപ്പം ചുമ്മാ ജസ്റ്റ് പോയിട്ട് ഒരു കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങള്. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ചുമ്മാ നൈറ്റ് അവിടെ അവരുമായിട്ട് കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. ഇവരുടെ എല്ലാം പഴയ സാധനങ്ങളാണ്. പിസ്സ ഒക്കെ കണ്ടോ, പഴയ ടൗണാ, പക്ഷെ ഒരു ഒതന്റിക് ടൗൺ ആണ്. നിന്നെ കുറിച്ചു ഞാൻ പോകും ഈരൻ മേഘം പൂവും കൊണ്ട് പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോ പൂമ്പത്തിൻ ശോഭനം പാടുമ്പോൾ പൂക്കാരി നിന്നെ കണ്ടു. പിക്ചറിനെക്കാട്ടി വൈബ് ഉണ്ട് കേട്ടോ ഈ ടൗൺ കാണാൻ. അവിടെ വെട്ടമില്ലാഞ്ഞിട്ടായിരുന്നു. നമ്മൾ അവരുടെ വീടെത്തി കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. ഇനി നമുക്ക് കേക്ക് മുറിക്കാം. നീ എന്താ അവിടെ കയറി നിൽക്കുന്നേ? ഹാപ്പി ആനിവേഴ്സറി ടു യു. പ്രകാശം പരക്കട്ടെ. ഇതിന്റെ ടൂൾസ് നല്ല പൊടിയുണ്ട്. ഇതൊക്കെ എടുക്കുന്നുണ്ട് വീഡിയോയില്. ഇതെല്ലാം വരും നാളെ ട്രോളായിട്ട്. അതൊക്കെ മാറി അടുത്ത ഇയറിൽ ജിമ്മിങ് 2026 just started. ജോബി മയറക്കം നോക്കണം.
ഡിന്നറിൻ്റെ മെനു വന്നിട്ട് മുട്ട പൊരിച്ചതും പോർക്ക് റോസ്റ്റും ചോറും അച്ചാറും. സിമ്പിൾ ബട്ട് ഡെലീഷ്യസ്, അടിപൊളി ഫുഡായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ കേക്കും ഡെസേർട്ടായിട്ട് കഴിച്ചു. പിന്നെ കുറേ നേരം വീണ്ടും ഇരുന്ന് കത്തിവെച്ചതിന് ശേഷം എല്ലാവരും ടാറ്റാ ബൈ ബൈ പറഞ്ഞ് അപ്പനെ വീട്ടിൽ പോയി. ഇപ്പോൾ സമയം 11:50 ആയിട്ടുണ്ട് രാത്രി. ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീടെത്തി. ഇനി കിടന്നുറങ്ങാൻ പോവാം. ഗുഡ് നൈറ്റ്.